നമസ്കാരം. KCN മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദുഃഖവെള്ളിയുടെ ഓർമ്മയിൽ വിശ്വാസികൾ. ബാറുകൾ അടച്ചുപൂട്ടിയ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. വഴിയാധാരമായത് 1.5 ലക്ഷത്തോളം ജീവനക്കാർ. കാസർഗോഡ് കാർഷിക ഗ്രാമവികസന ബാങ്കിന് ഹൈക്കോടതിയുടെ വിമർശനം. ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഉത്തരവ്. മധൂർ ക്ഷേത്രോത്സവത്തിന് വൻ ഭക്തജന തിരക്ക്. ഉത്സവം വെള്ളിയാഴ്ച സമാപിക്കും. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ പുണ്യസ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും അപ്പമുറിക്കൽ ചടങ്ങും നടന്നു. യേശുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിച്ചു. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ യേശുദേവന്റെ മാതൃക പിന്തുടർന്ന് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. പള്ളികളിലും വീടുകളിലും അപ്പം മുറിക്കലും നടന്നു. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ പള്ളിയിൽ വ്യാഴാഴ്ച രാവിലെ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജോസ് കളരിക്കൽ നേതൃത്വമേകി. പടന്നക്കാട് നല്ലയിടയൻ പള്ളിയിൽ ഫാദർ മാത്യു പയ്യനാടും കാഞ്ഞങ്ങാട് അപ്പോസ്തല റാണി ഫെറോന പള്ളിയിൽ ഫാദർ സജിയും നേതൃത്വമേകി. നീലേശ്വരം സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ആന്റണി ചാണക്കാട്ടിൽ നേതൃത്വം നൽകി. കോട്ടക്കണ്ണി സെന്റ് ജോസഫ് ചർച്ചിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് ഫാദർ മാണി മേൽവട്ടം നേതൃത്വം നൽകി. പള്ളികൾ കേന്ദ്രീകരിച്ച് കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ 400ഓളം ബാറുകൾ അടച്ചുപൂട്ടിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് ബാറുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടിയപ്പോൾ വഴിയാധാരമായത് ബാർ ജീവനക്കാരുടെ 1.5 ലക്ഷത്തോളം കുടുംബങ്ങളാണ്. സംസ്ഥാനത്തെ 400ഓളം ബാറുകൾ ഗുണനിലവാരമില്ലെന്ന പേരിൽ കൂട്ടത്തോടെ അടച്ചിട്ടതോടെ 1.5 ലക്ഷത്തോളം ബാർ ജീവനക്കാരുടെ കുടുംബങ്ങളാണ് വഴിയാധാരമായത്. ഇത്തവണ ലൈസൻസ് പുതുക്കി നൽകാത്തതിനാലാണ് സംസ്ഥാനത്തെ 418 ബാറുകൾ അടച്ചുപൂട്ടേണ്ടി വന്നത്. മദ്യനയം സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പ്രതിസന്ധിയിലാകുന്നത് ബാർ ജീവനക്കാരുടെ കുടുംബങ്ങളാണ്. ഇതുപോലൊരു തൊഴിലാളി വർഗ സമീപനം സ്വീകരിച്ച ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ? 418 സ്ഥാപനങ്ങൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ യാതൊരു മാനദണ്ഡവും പറയാതെ അടച്ചിട്ട് അതിൽ പണിയെടുക്കുന്ന 100 കണക്കിന് 418 × 100 മിനിമം കൂട്ടിയാൽ തന്നെ 1.5 ലക്ഷത്തിലധികം തൊഴിലാളികളെ പട്ടിണിക്കിട്ട് യാതൊന്നും മിണ്ടാതെ മൗനം പാലിച്ച് ഇതെന്ന് തുറക്കുമെന്നോ എന്താണ് ഇവരുടെ ഉദ്ദേശമെന്നോ വ്യക്തമാക്കാതെ ഇത്രയും സ്ഥാപനങ്ങൾ അടച്ചിട്ട് ഈ വിഷു സമയത്ത് പോലും തൊഴിലാളികളെ പട്ടിണിക്കെടുക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമാണോ എന്ന് ഭരിക്കുന്നവർ ചിന്തിക്കട്ടെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാറുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്? മദ്യ ഉപയോഗം കുറക്കാനാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ 4 ഇരട്ടി മദ്യമാണ് ഗവൺമെന്റിന്റെ ഔട്ട്ലെറ്റിലൂടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വിൽക്കുന്ന മദ്യത്തിന്റെ 76% ഇന്ന് വിൽക്കുന്നത് ഗവൺമെന്റ് ഔട്ട്ലെറ്റിലൂടെയാണ്. ബിവറേജ് കോർപ്പറേഷനും അതുപോലെ കൺസ്യൂമർ ഫെഡിലൂടെയാണ്. ബാറുകളിലൂടെ വിൽക്കുന്നത് കേവലം 24% മദ്യം മാത്രമാണ് ബാറിലൂടെ വിൽക്കുന്നത്. ആ മദ്യം വിൽക്കുന്ന 24% മദ്യം വിൽക്കുന്ന ബാറുകളിലൂടെയാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇന്ന് ഉപജീവന മാർഗം കണ്ടെത്തി ജീവിച്ചു പോകുന്നത്. ഇത് ആദർശത്തിന്റെ പേര് പറഞ്ഞു എന്ത് ആദർശത്തിന്റെ പേരിലായാലും ജനങ്ങളുടെ കഞ്ഞി മുടി മുട്ടിക്കുന്ന ഒരു ആദർശം കേരളത്തിന് വേണോ എന്ന്, അത് കേരളത്തിലെ ഭൂഷണമാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും തൊഴിലാളികളുടെ അവസ്ഥ മനസ്സിലാക്കി അവർ അതിനനുസരിച്ച് പെരുമാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വർഷം തോറും ലഭിച്ചു വന്നിരുന്ന ആനുകൂല്യങ്ങളും കഴിഞ്ഞ മാസത്തെ ശമ്പളവും മിക്ക ബാർ ജീവനക്കാർക്കും ഇത്തവണ ലഭിച്ചിട്ടില്ല. ഇതുമൂലം ബാർ ജീവനക്കാരുടെ കുടുംബങ്ങൾ പട്ടിണിയുടെ വക്കിലാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കാർഷിക ഗ്രാമവികസന ബാങ്കിൽ 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഉടൻ തന്നെ നിലവിലെ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുവാനും അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുവാനും ഹൈക്കോടതി ഉത്തരവിട്ടു.
ഭൂരിഭാഗം അംഗങ്ങളെ അറിയിക്കാതെ കഴിഞ്ഞ ജനുവരി 11 നടത്തിയ തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ലെന്ന് ബോധിപ്പിച്ചും ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടും മുളിയാറിലെ കോൺഗ്രസ് പ്രവർത്തകൻ ഭാസ്കരൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ ആന്റണി ഡൊമിനിക്, അനിൽ കെ നരേന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപനം നടത്തിയത്. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്നും അഡ്മിനിസ്ട്രേഷൻ ഭരണം ഉടൻ ഏർപ്പെടുത്തി 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് ഹൈക്കോടതി വിധിച്ചത്. 12,000-ലേറെ വോട്ടർമാരുണ്ടായിരിക്കെ 1,391 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തതെന്ന് ഹർജിയിൽ ബോധിപ്പിച്ചിരുന്നു. 11-അംഗ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ 2 പേരെ എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു. ബാക്കി 9 സീറ്റുകളിലേക്ക് 18 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. 11-അംഗ ഭരണസമിതി യോഗം KPCC നിർവാഹക സമിതി അംഗം P. ഗംഗാധരൻ നായരെ പ്രസിഡന്റും KPCC സെക്രട്ടറി K. നീലകണ്ഠനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് P. ഗംഗാധരൻ നായർ, K. നീലകണ്ഠൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ വാർഷികോത്സവത്തിന് വെള്ളിയാഴ്ച രാത്രി സമാപനം കുറിക്കും. അനുഗ്രഹങ്ങൾ തേടി ഭക്തിയുടെ നിറവിൽ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചത്. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകളിൽ പങ്കെടുക്കുവാനും വഴിപാടുകൾ നേരുവാനും നിരവധി ഭക്തരാണ് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി കലാ, സാംസ്കാരിക, ധാർമ്മിക പരിപാടികളും നടന്നുവരികയാണ്. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ മഹാപൂജ, തുലാഭാര സേവ, ദീപോത്സവം എന്നിവ നടന്നു. വൈകുന്നേരം ശ്രീദേവന്റെ മൂലസ്ഥാനമായ ഉളിയത്തടുക്കയിലേക്ക് ദേവന്റെ ഘോഷയാത്രയും നടന്നു. തുടർന്ന് ഭഗവാന്റെ മൂലസ്ഥാനത്ത് നടന്ന കട്ടപൂജയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന ദേവന്റെ സ്നാനം, ബട്ട്ലുകാണിക്ക എന്നീ ചടങ്ങുകളോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും. ഉത്സവത്തിനോടനുബന്ധിച്ച് മധൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് രാത്രികാലങ്ങളിലും ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. പാതി വഴിയിൽ നിർമ്മാണം നിർത്തിവച്ചിരുന്ന അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. 5.5 കോടി രൂപയുടെ നിർമ്മാണത്തിനാണ് ഇപ്പോൾ തുടക്കമായത്. പുതിയ ബസ് സ്റ്റാൻഡിനായി തെക്ക് വശത്തെയും പടിഞ്ഞാറ് വശത്തെയും 2 നില കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോൾ തുടങ്ങിയത്. ഇതോടൊപ്പം ചുറ്റുമതിലിന്റെയും വൈദ്യുതീകരണത്തിന്റെയും പ്രവൃത്തികൾ നടപ്പിലാക്കുന്നുണ്ട്. യാർഡ് നിർമ്മാണത്തിനായി വീണ്ടും 3.5 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് അംഗീകാരം നൽകാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭയുടെ സ്വന്തം മേൽനോട്ടത്തിൽ കേരളത്തിൽ തന്നെ ഇത്രയും വലിയ ബസ് സ്റ്റാൻഡ് അപൂർവമായിരിക്കുമെന്ന് നഗരസഭ അധികൃതർ പറയുന്നു. നിലവിൽ 2 ഘട്ടമായി 5.5 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് മാത്രമായി 5.5 ഏക്കർ ഭൂമിയും യാർഡ് നിർമ്മാണത്തിന് 1.5 ഏക്കർ ഭൂമിയും ബസ് സ്റ്റാൻഡിനായി നിലവിലുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് നടത്തുന്നതെന്ന് മുനിസിപ്പൽ അധികൃതർ വ്യക്തമാക്കി. 5.5 ഏക്കർ സ്ഥലം ബസ് സ്റ്റാൻഡും അതുമായി ബന്ധപ്പെട്ട 1.5 ഏക്കർ സ്ഥലം അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ആലാമപ്പള്ളി, കാഞ്ഞങ്ങാട് ടൗണിനും കുറച്ച് മാറി ആലാമപ്പള്ളി എന്ന സ്ഥലത്ത് സ്ഥലം ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട പുതിയ പ്രവർത്തനത്തിന് കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിശ്രമിച്ചതിന്റെ ഫലമായി ടെൻഡർ ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ട ബസ് സ്റ്റാൻഡിന്റെ അടുത്ത ഘട്ടം പ്രവർത്തനം തുടങ്ങുവാനും സാധിച്ചിട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വലിയ വായ്പകൾ ഇല്ലാതെ തന്നെ നഗരസഭ സ്വന്തം ചെലവിലാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം നടത്തുന്നത്. ഇപ്പോൾ തുടങ്ങിയ പ്രവൃത്തി 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് നഗരസഭാ കൌൺസിലും ഉദ്യോഗസ്ഥരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. പാലക്കുന്ന് അംബിക ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 4 ദിവസങ്ങളിലായി പുസ്തകോത്സവം നടക്കുന്നത്. പുസ്തകോത്സവം വ്യാഴാഴ്ച രാവിലെ പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 47 ഉയർത്തെഴുന്നേറ്റ് വന്ന് ഞാൻ ചെയ്യുന്ന നീതീരത്തെ കർഷകന്റെ ആ ദുരിതസമ്പൂർണമായ ജീവിതത്തിൽ നിന്ന് അവരെ വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ ഗോപുരപ്പടികളിലേക്ക് നയിച്ച വളരെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ പിൻബലം എങ്ങനെ അവരെ മാറ്റിപ്പണിതു എന്ന് ആ പേൾ എസ്ബെക്കിന്റെ നോവൽ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും വളരെ വലിയ അനുഭവ ധന്യത ചേർക്കുന്നുവെങ്കിൽ ആ ക്ലാസിക്കുകളുടെ പൂർവ്വകാലത്തിലേക്ക് ഒരു മടക്കം നമുക്ക് അനിവാര്യമല്ലേ. മുൻ MLA KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. PVK പനയാൽ, CH നാരായണൻ, PK കുമാരൻ നായർ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, PV രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കവി ഏഴാച്ചേരി രാമചന്ദ്രനെയും
കർണാടക നാടക അക്കാദമി അംഗവും പ്രമുഖ നാടക പ്രവർത്തകനുമായ ഉമേഷ് ശാലിയാനെയും സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിവിധ നാടകങ്ങൾ അവതരിപ്പിക്കും. 20-ന് സമാപിക്കും. BMS ജില്ലാ വൈസ് പ്രസിഡന്റും അഭിഭാഷകനുമായിരുന്ന പി സുഹാസിന്റെ സ്മൃതിദിനം BMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. BMS ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അഡ്വക്കേറ്റ് പി സുഹാസിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. BMS നേതാക്കളായ അഡ്വക്കേറ്റ് പി മുരളീധരൻ, പി രമേശ്, എ കേശവ, ദിനേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. എതിർത്തോട് ജുമാ മസ്ജിദ് കുത്തുബിയത്ത് നേർച്ചയും സ്വലാത്ത് വാർഷികവും തുടങ്ങി 21 വരെ നീണ്ടുനിൽക്കും. കൂഡ്ലു ബാധാരശേഷമനം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. വിവിധ പരിപാടികൾ അരങ്ങേറും. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ദിനാചരണം 21-ന് നടക്കും. ജില്ലാ പഞ്ചായത്ത് അനക്സ് ഹാളിലാണ് പരിപാടി. ബോവിക്കാനം അൽ അമീൻ യൂത്ത് ഫെഡറേഷൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സിദ്ദിഖ് ബോവിക്കാനമാണ് പ്രസിഡന്റ്. BA ഹനീഫ് ജനറൽ സെക്രട്ടറിയാണ്. അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന ഓംനി വാൻ പിടിയിൽ. ഷിറിയാപുഴയിൽ നിന്നായിരുന്നു മണൽവേട്ട. കാഞ്ഞങ്ങാട് ഉദയംകൊണ്ട് ബാങ്കോട്ട് കേളി കലാ കായിക കേന്ദ്രം തീയിട്ട് നശിപ്പിച്ചു. സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്ന് സൂചന. നെല്ലിക്കാട്ട് ഉദയംകുന്ന് റോഡരികിലെ ബാങ്കോട്ടെ കേളി കലാ കായിക കേന്ദ്രമാണ് സാമൂഹിക വിരുദ്ധർ അഗ്നിക്കിരയാക്കിയത്. ക്ലബ്ബ് ഭാഗികമായി കത്തിനശിച്ച നിലയിലാണ്. ക്ലബിനകത്ത് സൂക്ഷിച്ച സ്പോർട്സ് ഉപകരണങ്ങളും സോളാർ പാനലും കത്തിനശിച്ചിട്ടുണ്ട്. അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ക്ലബ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 വർഷത്തിലധികമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബായിരുന്നു നമ്മുടെ നെല്ലിക്കാട്ട് മാങ്ങോട്ട് പ്രവർത്തിക്കുന്ന കേളി കലാകായിക വേദി. പക്ഷേ ഇന്നലെ രാത്രി ചില സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ ഈ ക്ലബിന് തീയിട്ട് നശിപ്പിച്ച് ഏകദേശം 30,000 രൂപയിൽ അധികം നഷ്ടം വരുത്തി വെച്ചിരിക്കുകയാണ്. സംഭവം സംബന്ധിച്ച് ക്ലബ് പ്രസിഡന്റ് സുനിൽകുമാർ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. ഹോസ്ദുർഗ് SI ബിജുലാൽ സ്ഥലം സന്ദർശിച്ചു. പ്രാദേശിക പ്രശ്നങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. ദുഃഖവെള്ളിയുടെ ഓർമ്മയിൽ വിശ്വാസികൾ. ബാറുകൾ അടച്ചുപൂട്ടിയ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. വഴിയാധാരമായത് 1,00,000-ഓളം ജീവനക്കാർ. കാസർഗോഡ് കാർഷിക ഗ്രാമവികസന ബാങ്കിന് ഹൈക്കോടതിയുടെ വിമർശനം. ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഉത്തരവ്. മധൂർ ക്ഷേത്രോത്സവത്തിന് വൻ ഭക്തജന തിരക്ക്. ഉത്സവം വെള്ളിയാഴ്ച സമാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.